ഇതാണ് നമ്മുടെ മെയിൻ റോഡിലേക്കുള്ള വഴി കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം വാഹനങ്ങൾ പോകുന്ന ഈ മരങ്ങൾക്കിടയിലൂടെ. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം വാഹനങ്ങൾ. കണ്ടോ ഓട്ടോ പോകുന്ന കാണുന്നത്. അത് കാണുന്നത് തന്നെയാണ് മെയിൻ റോഡ് കേട്ടോ. വണ്ടികളൊന്നും ഇപ്പോൾ വരുന്നില്ല. വണ്ടികൾ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ക്ലിയറായി കാണാം. ആ മരങ്ങൾക്കിടയിലൂടെ വണ്ടി പോയത് കണ്ടല്ലോ അല്ലേ. അതാണ് നമ്മളുടെ മെയിൻ റോഡ്. അവിടെ നിന്ന് ഇതിലേ ഇങ്ങോട്ട് ഇതാണ് നമ്മുടെ ഈ വീട്ടിലേക്കുള്ള. ഇവിടെ ഏകദേശം ഒരു 4 വീടിനുള്ള പ്ലോട്ടുകളുണ്ട്. അതിലിപ്പോൾ ഒരു വീടിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒന്ന് സ്ട്രക്ചർ ആവുന്നേ ഉള്ളൂ, അതിൻ്റെ പണി ആയിട്ടില്ല. ഇതാണ് നമുക്ക് പൂർത്തീകരിച്ചിട്ടുള്ള വീട്. ഇതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വീട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഫിനിഷിങ്ങിലാണ് നമ്മളെ ഓണർ അതിനുള്ള വില നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മളുടെ ഇതിൻ്റെ മുറ്റം, ഫ്രണ്ടിലെ മുറ്റം കേട്ടോ. ഇവിടെ നമുക്കൊരു വളരെ നന്നായിട്ടൊരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചെറിയൊരു സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ ലിവിങ് ഹാളിലേക്ക്. ഇതാണ് നമ്മുടെ ലിവിങ് റൂം. ഏകദേശം ഒരു 3, 6, 10, 2, 4, 6, 8 10 ഒരു ലിവിങ് റൂമാണ്. ഓക്കെ, ഈ ലിവിങ് റൂമിൽ നമ്മൾ നേരെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഡൈനിങ് ടേബിളുടെ ഇത് കിച്ചണോട് ചേർന്നിട്ട് തന്നെയാണ് ഡൈനിങ് ടേബിൾ. അതുകൊണ്ട് നമുക്ക് സെർവ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇവിടെ നമ്മളിവിടെ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോക്കേസ് പോലെ, ഷോവാൾ പോലെ എന്തെങ്കിലും ചെയ്യാം. അതല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ തന്നെ ഓപ്പൺ കിച്ചൺ എന്നുള്ളൊരു സ്റ്റൈലിലേക്ക് മാറാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള്. ഓക്കെ, ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക്. ഇവിടെയാണ് നമ്മുടെ താഴെയുള്ളൊരു ബെഡ്റൂം ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു റൂമാണ്. ഇതിവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഹാളിനോട് ചേർന്നിട്ട് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. മുകളിൽ നമ്മൾ 2 ബെഡ്റൂമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം മൊത്തം 3 ബെഡ്റൂമാണ്. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും. ഓക്കെ, ഇവിടെയാണ് ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. ഈ 2 ബെഡ്റൂമുകളും വരുന്നത് നമ്മുടെ ഈ വീടിൻ്റെ കന്നിമൂലയിലാണ്. കന്നിമൂലയിലാണ് ബെഡ്റൂം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇവിടെ ഒരു ബെഡ്റൂം. ഓക്കെ, 2 അറ്റാച്ച്ഡ്, അതായത് 3 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു പാസേജ് അല്ലെങ്കിൽ ചെറിയൊരു ഹാഫ് സ്റ്റെയറിലുള്ള ചെറിയൊരു ലിവിങ്. അതിനോട് ചേർന്നിട്ട് ബാൽക്കണിയും പുറത്ത് ഔട്ട്സൈഡ് ഒരു ചെറിയൊരു പോർഷൻ അവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഓക്കെ, ഇനി മുകളിലേക്ക് സ്റ്റെയർ വേണമെന്നുണ്ടെങ്കിൽ അപ്പ് സ്റ്റെയറിലുള്ള ഏറ്റവും ടോപ്പിലെ റൂഫിലേക്ക് സ്റ്റെയർ വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം. ഇവിടെ സ്പേസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള വിവരങ്ങൾ.